വെൽക്കം ടു ബ്രിൻടോ ദൻസോ. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യം. മാത്രമല്ല, ഞാൻ ഇത് പറഞ്ഞു മടുത്ത്. അതുകൊണ്ട് സിമ്പിളായിട്ട് കേട്ടോ. അതായത് നിങ്ങളുടെ ന്യൂട്രീഷനിൽ എന്തൊക്കെയാണ്, അതായത് എന്നോട് പറയാം ഡോക്ടർ പറഞ്ഞു പ്രോട്ടീൻ കഴിക്കണം ആവശ്യത്തിന്, ഈ പ്രോട്ടീൻ പൗഡറൊക്കെ നല്ലതാണോ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് വരാറുണ്ട്. സിമ്പിളായിട്ട് കേൾക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, അതായത് നമുക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ അതില് ക്ലീൻ ചെയ്യണം, ഓയിൽ ചെയ്യണം, നമുക്കതില് ഫ്യൂവല് നിറയ്ക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ജസ്റ്റ് ഒരേ ഒരു കാര്യം മാത്രമല്ലല്ലോ. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തും ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അപ്പം ആ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് പലതിനും പല കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ ഒരേ ഒരു ഭക്ഷണം കഴിച്ചാൽ മാത്രം നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ട് ഇരിക്കത്തില്ല. അപ്പം എല്ലാം ബാലൻസ് ആയിട്ട് വേണം. അതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചു. അപ്പം അതുപോലെ ഇങ്ങനെ ഇതില് കൂടുതൽ വേണ്ട കാര്യങ്ങളുണ്ട്, കുറവ് വേണ്ട കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ വണ്ടിയിൽ ഒരുപാട് വേണ്ട ഒരു കാര്യമാണ് ഫ്യൂവൽ, ഓയില്. അതുപോലെ നമ്മൾ അത് മാറുന്ന അത്രയും തവണയൊന്നും നമ്മളുടെ AC-യുടെ ഇതോ ഒന്നും മാറത്തില്ല. അപ്പം അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ഒരുപാട് അധികം വേണം, ചില കാര്യങ്ങൾ വളരെ കുറച്ച് മതി. അപ്പം ഒരുപാട് വേണ്ടതിനാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും. കുറവ് അതേന്ന് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നു. പിന്നെ ഈ പേരൊന്നും കേട്ട് നിങ്ങൾ ഞെട്ടണ്ട, എല്ലാം ഭക്ഷണത്തിലുള്ള സാധനങ്ങളാണ്. ഓക്കെ. അപ്പൊ മാക്രോ ന്യൂട്രിയൻസിൽ 3 മെയിൻ ആയിട്ടുണ്ട്. ഒന്ന് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്. ഇതായി നിങ്ങൾ ഇത് തന്നെ ഞങ്ങൾ കേട്ടിട്ടുള്ള. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് മാംസം, കഴിക്കുന്ന മാംസാഹാരങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ, ചിക്കൻ ആയിക്കോട്ടെ, ബീഫ് ആയിക്കോട്ടെ, പന്നി ആയിക്കോട്ടെ, എന്ത് തന്നെ. ഇപ്പൊ മനുഷ്യനെ കൊന്നു നിന്നവരാണെന്ന് വെച്ചു, അതും ആയിക്കോട്ടെ, മാംസം എന്തു തന്നെയാണെങ്കിലും അത് പ്രോട്ടീനാണ്. സിമ്പിളായിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ട് വരുമ്പോൾ അവിടെ വേദന എടുക്കല്ലോ. അപ്പൊ ആ പേശികൾക്ക് കീറല് സംഭവിച്ചിട്ടുള്ള, അപ്പം അതിനെ റിപ്പയർ ചെയ്യാൻ നമുക്ക് മാംസം കഴിക്കണം നമ്മൾ. ഓക്കെ. അപ്പൊ ആ പ്രോട്ടീൻ നമ്മുടെ ഉള്ളിൽ ചെല്ലണം. നമുക്ക് പ്രോട്ടീൻ കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോട്ടീൻ പൗഡർ കഴിക്കണം എന്നല്ല. നിങ്ങൾക്ക് ചിക്കൻ, ബീഫ്, മീന് ഇങ്ങനെയുള്ള മാംസാഹാരങ്ങൾ കഴിച്ചാൽ മതി. മുട്ടയിലുണ്ട് പ്രോട്ടീൻ. അപ്പം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഏതൊക്കെ വേണം, എന്ത് വേണമെന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാക്കാനാണ് നിങ്ങളോട് പറയണം. പ്രോട്ടീൻ കഴിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? മാംസാഹാരങ്ങൾ കഴിക്കാം, മുട്ട കഴിക്കാം, പാലും കഴിക്കാം. നിങ്ങൾക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഇല്ല എന്നുണ്ട്, അതായത് ചിലർക്ക് പാലൊന്നും കുടിച്ചാൽ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് വോമിറ്റിങ്ങും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. അലർജി എന്ന് പറയുന്നത് ഭയങ്കര സിവിയറാണ്, കഴിച്ച ആൾ തട്ടിപ്പോകുന്നുള്ള കേസാണ്. അപ്പം നിങ്ങൾക്ക് പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്. പ്രോട്ടീൻ മാംസാഹാരങ്ങൾ പ്ലസ് മുട്ട, പാല്, ഇത്ര കൊടുക്കുക. അതിന് ഒരിടത്ത് മാറ്റി വെക്കുക. ഇനി നിങ്ങൾക്ക് കൊഴുപ്പ്, എണ്ണ. ഓക്കെ. കൊഴുപ്പായിട്ട് വരുന്ന ഫാറ്റ് എന്ന് പറയുന്നത് എണ്ണ, നമ്മുടെ നെയ്യ്, വെണ്ണ, ഇതെല്ലാം, പിന്നെ നട്ട്സ്, ഇതെല്ലാം നമുക്ക് ഫാറ്റായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് നട്ട്സിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ടാക്കി ഞാൻ അതിലേക്ക് വരാം. ഇപ്പൊ മാംസം ഇവിടെ വയ്ക്കുന്നു, നട്ട്സും എണ്ണയൊക്കെ ഇപ്പുറത്തിരിക്കുന്നു. അപ്പൊ എന്ത് എണ്ണ എടുത്താലും അത് ഫാറ്റാണ്. ഓക്കെ. ഇനി ഇത് രണ്ടിലും പെടാത്ത എല്ലാ പച്ചക്കറി, ധാന്യങ്ങൾ, അരി, ഗോതമ്പ്, ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള എല്ലാം കാർബോഹൈഡ്രേറ്റ്. ഇത്രയേ ഉള്ളൂ. ഇതൊന്നും ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. അപ്പം പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്. ഇനി ചിലതില് നട്ട്സിന്റെ ഒക്കെ കാര്യങ്ങൾ, ചിലതില് പ്രോട്ടീനും ഉണ്ടാവും, ഫാറ്റും ഉണ്ടാവും. അപ്പൊ പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനം മാംസം. നമ്മൾ ബീഫ് മേടിച്ചാൽ ബീഫിന്റെ അകത്ത് ബീഫിന്റെ നെയ്യ് ഉണ്ടാവും. മുട്ട എടുക്കണം, മുട്ടയുടെ വെള്ളയും മുട്ടയുടെ മഞ്ഞയും ഉണ്ടാവും. അതേപോലെ തന്നെ നട്ട്സിന്റെ അകത്ത് പ്രോട്ടീനും ഉണ്ട്, ഫാറ്റ്സും ഉണ്ട്. ഇനി ഈ ഫുഡുകളിൽ പ്രോട്ടീന്റെ അളവിന് വ്യത്യാസമുണ്ട്. മാംസാഹാരങ്ങളിൽ പ്രോട്ടീൻ കൂടുതലാണ്, ഫാറ്റ് കുറവാണ്. നട്ട്സിന്റെ അകത്ത് ഫാറ്റ് കൂടുതലാണ്, പ്രോട്ടീൻ കുറവാണ്. ഇത് രണ്ടുമാണ് സിമ്പിളായിട്ട് പറഞ്ഞു. ഇനി ചില ധാന്യങ്ങൾ എടുത്ത് തന്നെ, ഇപ്പം പയർ മുളപ്പിച്ചത് എന്നൊക്കെ പറയത്തില്ല, പയറിന്റെ അകത്ത് പ്രോട്ടീനും ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്. പരിപ്പിന്റെ അകത്ത് പ്രോട്ടീനും ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്. പക്ഷെ ഇതിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവാണ് പ്രോട്ടീൻ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ. അപ്പൊ ചിലര് കുറെ വെജിറ്റേറിയൻസ് വന്ന് ഈ അടുത്ത് പറയുന്ന കേട്ട്, അതായത് ഒരു കംപ്ലീറ്റ് അമിനോ ആസിഡ് പ്രൊഫൈലിന് വേണ്ടി നിങ്ങൾ ചോറും പരിപ്പും കഴിച്ചാൽ മതിയെന്ന്. ചോറും പരിപ്പും കഴിച്ച് പെർഫോം ചെയ്യുന്ന, ടോപ്പ് ലെവലിൽ പെർഫോം ചെയ്യുന്ന ഒരു സ്പോർട്സ് അത്ലീറ്റിനെ
എനിക്കറിയത്തില്ല. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്, മാംസം കഴിക്കാതെ ആള് ഹെൽത്തി ആയിട്ടിരിക്കത്തില്ല. പിന്നെ വിരാട് കോഹ്ലിക്ക് ഓൾറെഡി ഒരു ഇഷ്യൂ ഉള്ളതാണ്. ആളുടെ ബ്ലഡില് എനിക്ക് തോന്നുന്നു അസിഡിക് നേച്ചർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആളിന് ഈ അധികം മാംസം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, 100 പേരിൽ ഒരാളുടെ കാര്യമാണ്, ബാക്കി 99 പേരും അങ്ങനെയല്ല. അപ്പൊ എക്സെപ്ഷൻസ് എല്ലായിടത്തും ഉണ്ടാവും. ആ എക്സെപ്ഷൻസിനെ നിങ്ങൾ നോർമലൈസ് ചെയ്യരുത്. അപ്പോൾ ഇപ്പൊ 3 കാര്യങ്ങളായില്ല. ഇനി വൈറ്റമിൻസ്, മിനറൽസ്, ഇതിനെയൊക്കെ നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും, മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും. അതായത് നേരത്തെ പറഞ്ഞത് കൂടുതൽ വേണ്ട, അത് മാക്രോ, ഈ പറഞ്ഞ 3 കാര്യം. ഇനി മൈക്രോ, ഇത് വളരെ ചെറിയ അളവിൽ മതി. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആവശ്യത്തിനില്ലെങ്കിൽ ഭയങ്കര വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി, നൈറ്റ് ബ്ലൈൻഡ്നെസ്, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി ഉണ്ട്, സ്കർവി. അപ്പൊ അങ്ങനെ ഒരുപാട് അസുഖങ്ങളിലുള്ള സാധ്യത കൂടുതൽ, ഭയങ്കര വലിയ പ്രശ്നങ്ങളുടെ സാധ്യത. അപ്പൊ മൈക്രോ ന്യൂട്രിയൻസ് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇതിന്റെ ഗുണം എന്താ, ഇത് ചെറിയ അളവിൽ കഴിച്ചാൽ മതി. അതിന് നമുക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ. വെജിറ്റബിൾസ് ഇതേപോലെ തന്നെ ഉപ്പ്, മിനറൽസ് ഒക്കെ ആയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പം ബേസിക്കലി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് പ്രോട്ടീൻ ഉണ്ടാവണം, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവണം, ഫാറ്റും ഉണ്ടാവണം. ഇത് 3 നമുക്ക് ഉണ്ടാവണം. എല്ലാവരുടെയും പൊതുവെ ഉള്ളൊരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഷുഗർ. നിങ്ങൾ ഈ പറയുന്ന ശരിക്കും പഞ്ചസാര നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ ബോഡിയിൽ അത് ഗ്ലൂക്കോസ് ആയിട്ടാണ് ചെല്ലുക. അതായത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇത് ബോഡിക്കകത്ത് ദഹിപ്പിച്ച് കഴിയുമ്പോൾ ഇതിന് വേറൊരു ഫോം വരും. പ്രോട്ടീൻ ബ്രോക്കൺ ഡൗൺ ഇൻ ടു അമിനോ ആസിഡ്. അതായത് ബോഡിക്കകത്ത് അത് അമിനോ ആസിഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റ് ബോഡിക്കകത്ത് ഗ്ലൂക്കോസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫാറ്റ് ലിപ്പിഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്ത് കഴിച്ചാലും, നിങ്ങളിപ്പോൾ ഒരു പച്ചക്കറി കഴിച്ചാലും, നിങ്ങൾ ശരിക്കും ഷുഗർ കഴിച്ചാലും, ചപ്പാത്തി കഴിച്ചാലും, നിങ്ങൾ ചോറ് കഴിച്ചാലും, എല്ലാം ഗ്ലൂക്കോസ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ബോഡിയിൽ ചെല്ലുന്നത്. അപ്പൊ ഈ പറയുന്ന ഗ്ലൂക്കോസ് ബോഡിയിലേക്ക് ഇറങ്ങുന്ന ലെവലിന് വ്യത്യാസം ഉണ്ടാവും. അതായത് പച്ചക്കറികളിലുള്ള ഒരു കാര്യമാണ് ഫൈബർ. ഫൈബർ ഉള്ളതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് പെട്ടെന്ന് ഗ്ലൂക്കോസ് റിലീസ് ആവത്തില്ല. ഇപ്പൊ ബ്ലഡിൽ നിൽക്കുന്ന ഒരു ഗ്ലൂക്കോസിന് ഒരളവുണ്ട്. അതിനേക്കാൾ കൂടുതൽ വരുമ്പോൾ നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിൻ വിട്ടു. അപ്പൊ ഇൻസുലിൻ വിട്ടിട്ട് എന്തോ പറ്റും, ഇൻസുലിനെ പേടിച്ചിട്ട് ഈ ബാക്കി എക്സ്ട്രാ ഗ്ലൂക്കോസ് മൊത്തം മസിലിനകത്ത് കയറിയിരിക്കും. ഇനി ഇതിലും തീരാത്തതാണ് നമ്മുടെ ലിവറിലോട്ട് പോകുന്നത്. ഈ പാൻക്രിയാസ് ഒരു ചെറിയ അവയവമാണല്ലോ, ഇതിങ്ങനെ വർക്ക് ചെയ്ത് അത് ഓവർലോഡായി പ്രശ്നം വരുന്നതാണ്. അത് നമ്മൾ ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കാത്തത് അതിന്റെ ഒരു പ്രശ്നമാണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ട്, ശരിക്കും ഒരുപാടുണ്ട്. അത് സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാൻ, ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എനിക്ക് ഹെൽത്ത് ബേസ് ചെയ്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംശയങ്ങൾക്ക് വൈ ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു എനിക്കൊരു യൂട്യൂബ് ചാനൽ കൂടി ഉണ്ട്, അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ കമന്റ് ചെയ്താലും കാരണം അവിടെയാണ് നമ്മുടെ ഫിറ്റ്നസിനെ ബേസ് ചെയ്തുള്ള കൂടുതൽ സബ്സ്ക്രൈബേഴ്സും അതിന് താല്പര്യമുള്ളവരുള്ളത്. അതുകൊണ്ട് അപ്പോൾ ഈ പറയുന്ന പോലെ അപ്പം ഈ ഫൈബർ കൂടുതലുണ്ടെങ്കിൽ ബ്ലഡിലേക്ക് ഷുഗർ പോകുന്ന പതിയായിരിക്കും. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് ഈ ഇൻസുലിൻ അനാവശ്യമായിട്ട് യൂസ് ചെയ്യേണ്ടി വരില്ല, പാൻക്രിയാസ് യൂസ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പം ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം. അപ്പം നിങ്ങൾ ചോറ് കഴിക്കുന്നു എന്നതിലുപരി ആവശ്യത്തിൽ കൂടുതൽ ചോറ് കഴിക്കുന്നിടത്താണ് പ്രശ്നം. അല്ലാതെ നിങ്ങൾ വളരെ കുറച്ച് ചോറ് കഴിച്ചുള്ളെങ്കിൽ ഈ ബ്ലഡിന് സ്പൈക്ക് ആകാത്ത ലെവലിലാണ് കഴിക്കുന്നതെങ്കിൽ ഒന്നും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളുടെ എല്ലാവരും പറയും ഷുഗർ ഈസ് ദ വില്ലൻ. ഷുഗർ ഈസ് ദ വില്ലൻ തന്നെ, ഓവർ ഈറ്റിംഗ് ഷുഗർ ഈസ് ദ വില്ലൻ. നിങ്ങളുടെ മസില് വീർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസില് 60 to 70% വാട്ടറാണ്. ഈ കാർബോഹൈഡ്രേറ്റ് അതിന്റെ സഫിക്സ് ആയിട്ടുള്ള ഹൈഡ്രേറ്റ് എന്താണ്, നമ്മളുടെ മസിലിനകത്ത് വെള്ളം വലിച്ചു വെക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അങ്ങനെയാണ് ആ മസിൽസ് ബിഗറാകുന്നത്. മസിലിന്റെ 60-70% വാട്ടറാണ്. അപ്പൊ അതിന്റെ ഹെൽത്തിന് അഫ്കോഴ്സ് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കാർബോഹൈഡ്രേറ്റ്. പക്ഷെ ആദ്യത്തെ കൂടുതൽ കഴിക്കുന്നിടത്ത് അത് വില്ലനും ആകുന്നു. അത്ര ഒരു വ്യത്യാസം. ഒരാൾ ഒരു ഹെൽത്തിയാണ്, അത്യാവശ്യം ഹെൽത്തി ആയിട്ട് വർക്കൗട്ട് ചെയ്യും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി, അയാൾ വൈകിട്ട് ഒരു ചായ കുടിക്കുമ്പോൾ 1-2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല. ബാക്കിയുള്ള ടൈമെല്ലാം അയാൾ ഹെൽത്തി ആയിട്ടാണ് കഴിക്കുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ല. മിഥ്യാധാരണകൾ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് എൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു എക്സ്ട്രാ ഐഡിയയും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കാം. അതായത് നിങ്ങളിപ്പോൾ ഇതെല്ലാം പറഞ്ഞ ഇതേ കൂട്ടത്തിൽ ബേക്കറി ഐറ്റംസ് എങ്ങനെ വരും എന്നുള്ളത്
നിങ്ങളുടെ ഒരു സംശയം ഉണ്ടായിരിക്കുക. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എത്ര കൊടുത്താൽ മതി, അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താ? നിങ്ങൾ ഒരു പഫ്സ് കഴിക്കുകയാണ്, അതിൻ്റെ അകത്ത് ഉള്ളി, മുട്ടയുണ്ടെങ്കിൽ മുട്ട, ചുറ്റുമുള്ള അതിന്റെ കവറിങ് എന്താണ്? മൈദ വെച്ചാണ് അതുള്ളത്. അപ്പൊ മൈദ എന്ന് പറയുന്നത് ഇവിടെ വരും. അതായത് ഗോതമ്പ് പൊടിച്ച് നിങ്ങൾക്ക് ആട്ടയെന്നും ഉണ്ടായി മൈദ. ബേസിക്കലി ഇറ്റ്സ് എ കാർബോഹൈഡ്രേറ്റ്. അതിൻ്റെ അകത്തുള്ളത് ഉള്ളി, അതൊരു വെജിറ്റബിൾ ആയിട്ടുണ്ടാകും, അപ്പം അത് കാർബോഹൈഡ്രേറ്റ്. അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന മുട്ട, ഇറ്റ്സ് എ പ്രോട്ടീൻ സോഴ്സ്. അതിൻ്റെ അകത്ത് മുട്ടയുടെ മഞ്ഞയും കൂടി ഉണ്ടെങ്കിൽ ഫാറ്റ്. അപ്പം ബേസിക്കലി അതൊരു ഹെൽത്തി മീൽ ആയില്ലേ, ബാലൻസ്ഡ് ഡയറ്റ് ആയില്ല ഇല്ല. അതായത് പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവും കാർബോഹൈഡ്രേറ്റ് വളരെയധികം കൂടുതലും പാടില്ല. അപ്പൊ ബേസിക്കലി നിങ്ങൾക്കൊരു സാധനം കാർബോഹൈഡ്രേറ്റ് ആണോ ഫാറ്റ് ആണോ എന്താണോ എന്ന് മനസ്സിലാക്കാൻ അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ മതിയാവും. അപ്പൊ അതേപോലെ ഇനി ബേക്കറിയിലോ കഴിക്കുന്ന എന്ത് തന്നെയാണെങ്കിലും അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ആലോചിച്ച് നോക്കി കഴിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.